ഹായ് അസ്സലാമലൈക്കും. ഇന്ന് അവിടെ ഉണ്ടാക്കാൻ പോണത് ഹൈദരാബാദത്തെ ഒരു സ്പെഷ്യൽ സ്വീറ്റ് ആണ്. അപ്പോൾ അതിന്റെ പേരാണ് പാൽക്കോവ. അപ്പൊ ഇതിക്ക് ആകെ വേണ്ട ഇൻഗ്രീഡിയൻസ് 2-3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഇക്ക പറയും. അപ്പൊ ഇക്കനെ ഞാൻ വിളിക്കണുണ്ട്. ഇക്ക ഇങ്ങോട്ട് വരി. പാൽക്കോവനെ കുറിച്ചിട്ട് പാൽക്കോവ എന്താ പറഞ്ഞാല് പറഞ്ഞൊക്കെ മനസ്സിലാവില്ല. അത് ആദ്യം ഉണ്ടാക്കി നോക്കി തന്നെ വേണം. ശരിക്കും ഞാൻ അവിടെ കടയിൽ ചെന്ന് അവിടെ ഹൈദരാബാദിൽ ഞാൻ ഇടക്ക് ഇവിടെ വീട്ടിൽ പോകുമ്പോൾ ഇത് നേരെ വണ്ടി എടുത്ത് അവിടെ ഓരോ ഷോപ്പിലുണ്ടാവും ഈ സാധനം വിൽക്കണുണ്ടാവും. ഇവിടുത്തെ പോലെ മുട്ടായി ആയിട്ടല്ല ആയിരിക്കും, നല്ല ഈ എങ്ങനെ ഇപ്പൊ പറയാ തരിതരിയായിട്ടായിരിക്കും വരിക. അത് തിന്ന് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര നല്ല ടേസ്റ്റാണ്, സംഭവം അടിപൊളിയാണ്. അത് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പൊ അതേപോലെ ഞാനൊരു ദിവസം ഇവളോട് ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പൊ ഇവള് ഉണ്ടാക്കാൻ വയ്ക്കും എന്നൊക്കെ പറഞ്ഞു, പക്ഷെ അത്രക്ക് ടേസ്റ്റ് എത്തൂലെന്നൊക്കെ പറഞ്ഞു. ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയപ്പോ എന്റെ പൊന്നു അടിപൊളിയാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കി നമുക്ക് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് പോലെ ആ ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി പോലെ കമന്റ് ബോക്സിൽ പറയും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊക്കെ ആദ്യം വേണ്ടത് പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പാല്, പിന്നെ അതേപോലെ പഞ്ചസാര, പിന്നെ അതേപോലെ ചെറുനാരങ്ങന്റെ നീരാണ് എടുക്കേണ്ടത്. ഓക്കെ, ഒരു സ്പൂണ് മതില്ലേ? ഒരു സ്പൂൺ മതില്ലേ? ഒരു സ്പൂണൊക്കെ മതി. ഇനി നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഇവിടെ പാനാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പാനിലേക്ക് പാലാണ് ആഡ് ചെയ്തു. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. പഞ്ചസാര അതിൽ അലിഞ്ഞ് ചേരുന്ന വരെയും ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പം അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറെ പാത്രത്തേക്ക് സെർവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാത്രത്തിൽ ഒക്കെ ഇട്ടതിന് ശേഷം ഒക്കെ ഏത് മോഡൽ വേണമെങ്കിൽ ആ മോഡലായിട്ട് പീസ് നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ടൈമിൽ നല്ല ചൂടുണ്ടാവും. അത് തൊള്ളേക്ക് വെച്ച് ഒക്കെ നാവൊക്കെ പൊള്ളും. അപ്പോൾ അത് ശ്രദ്ധിക്കൊള്ളൂ. ചൂടാറിയതിന് ശേഷം വേണം കഴിക്കാൻ. ഞാനൊരു വട്ടം എൻ്റെ തൊള്ളൊന്ന് പൊള്ളി. അപ്പോൾ ഞാൻ അതിൻ്റെ ഇതിങ്ങനെ കണ്ടപ്പോഴേ പെട്ടെന്ന് എടുത്ത് തിന്നതാ. അപ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നല്ല ടേസ്റ്റാണ്.
അപ്പോൾ ഇതെങ്ങനെ വെച്ചാൽ ഇതുണ്ടോ, നമുക്ക് വേണ്ട ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യാം. ഏതൊക്കെ ഇതിലാണ് ഇപ്പോൾ ഇങ്ങനെ നീളത്തിലാണെങ്കിൽ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യാം. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തോള് ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. എങ്ങനെയുണ്ട്? സൂപ്പർ. എന്നാ ശരി, ഇതാ തിന്നോ. എന്താണ് രസമുണ്ടോ? എങ്ങനെയുണ്ട്?